നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് മണ്ഡലം ഇടതുപക്ഷത്തിന് ഏറ്റവും വിജയസാധ്യതയുള്ള മണ്ഡലമെന്ന് LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. കഴിഞ്ഞ തവണ UDF വിജയിച്ച സാഹചര്യം ഇത്തവണ പാലക്കാടില്ലെന്നും A. വിജയരാഘവൻ. ഭരണവിരുദ്ധ വികാരം കേന്ദ്രത്തിനെതിരെ. മാരകമയക്കുമരുന്നായ 16 ഗ്രാം MDMA-യുമായി 4 യുവാക്കൾ പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ. വാഹന പരിശോധനയ്ക്കിടെയാണ് യുവാക്കൾ പിടിയിലായത്. ഇവർ മയക്കുമരുന്ന് വിൽപ്പനക്കാരായും ഇടനിലക്കാരായും പ്രവർത്തിക്കുന്നവരെന്ന് പോലീസ്. 14-കാരിയെ വീട്ടിൽ കയറി ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ 40-കാരന് 10 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ച് പട്ടാമ്പി അതിവേഗ കോടതി. ചെർപ്പശ്ശേരി എലിയപ്പറ്റ സ്വദേശി രാജനാണ് കോടതി ശിക്ഷ വിധിച്ചത്. പട്ടികജാതിക്കാരിയായ പെൺകുട്ടിയെ വീട്ടിൽ കയറി മാനഭംഗപ്പെടുത്തിയ കേസിൽ 60-കാരന് 4 വർഷത്തെ കഠിന തടവും പിഴയും വിധിച്ച് മണ്ണാർക്കാട് പ്രത്യേക കോടതി. വെള്ളേഴി സ്വദേശി സേതുമാധവനെതിരെയാണ് ശിക്ഷ വിധിച്ചത്. പാലക്കാട് കുളപ്പള്ളി പാതയിൽ ഈസ്റ്റ് ഒറ്റപ്പാലത്ത് പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നു. പാലം നിർമ്മാണോദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. യാഥാർത്ഥ്യമാകുന്നത് ഒറ്റപ്പാലത്തിന്റെ ദീർഘകാലമായുള്ള ആവശ്യം. സപ്ലൈകോയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ സബ്സിഡി വെട്ടിക്കുറച്ചതിൽ ഒറ്റപ്പാലത്ത് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം. സബ്സിഡി ഉൽപ്പന്നങ്ങളടങ്ങിയ കിറ്റ് സപ്ലൈകോയ്ക്ക് നൽകിയായിരുന്നു പ്രതിഷേധം. വിശദമായ വാർത്തകൾ നോക്കാം. പാലക്കാട് മണ്ഡലം ഇടതുപക്ഷത്തിന് ഏറ്റവും വിജയസാധ്യതയുള്ള മണ്ഡലമാണെന്ന് LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. CPM പട്ടാമ്പി ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തിയ A. വിജയരാഘവൻ മാധ്യമപ്രവർത്തകരെ കണ്ട് സംസാരിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ UDF വിജയിച്ച സാഹചര്യം ഇത്തവണ പാലക്കാടില്ല. നിയമസഭാ മണ്ഡലങ്ങൾ എടുത്താൽ ഇടതുപക്ഷത്തിനാണ് മേൽക്കൈ. സംസ്ഥാന സർക്കാരിനെതിരെയല്ല, ഭരണവിരുദ്ധ വികാരം കേന്ദ്രത്തിനെതിരാണെന്നും A. വിജയരാഘവൻ പട്ടാമ്പിയിൽ പറഞ്ഞു. കേരളത്തിന്റെ ഭാഗമാണ് പാലക്കാട് ലോക്സഭാ നിയോജകമണ്ഡലം എന്ന് എല്ലാവർക്കും അറിയാലോ. ഈ നിയോജകമണ്ഡലത്തിൽ 6 തവണ തുടർച്ചയായിട്ട് ഇടതുപക്ഷം ജയിച്ചു വന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും 7-ൽ 4 അസംബ്ലി സെഗ്മെന്റിലും ഇടതുപക്ഷത്തിനായിരുന്നു മുൻതൂക്കം. ഒരു 2 അസംബ്ലി സെഗ്മെന്റിൽ ഏതാനും പഞ്ചായത്തുകളിൽ വന്നിട്ടുള്ള ഒരു തിരിച്ചടിയിൽ നിന്നാണ് ഈ നിയമസഭാ മണ്ഡലം നഷ്ടപ്പെട്ടിരുന്നത്. ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാവുന്ന കേരളത്തിലെ ആദ്യത്തെ നിയോജകമണ്ഡലങ്ങളൊന്നാണ് പാലക്കാട്. രണ്ടാം പിണറായി സർക്കാരിനെ ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തുക. പ്രതിപക്ഷം പറയുന്ന ഭരണവിരുദ്ധ വികാരം നിലവിലുണ്ട് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഇവിടെ നിലനിൽക്കുന്ന വികാരം പ്രതിപക്ഷ വിരുദ്ധ വികാരമാണ്. അതപ്പോൾ നിലനിൽക്കുന്നത്. അതെ, ഇപ്പോൾ അത് തെരഞ്ഞെടുപ്പിലുമുണ്ട്, ജനങ്ങളുടെ മനോഭാവത്തിനുണ്ട്. ഇപ്പോൾ കേരളത്തിലെ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനോടുള്ള ജനങ്ങളുടെ അനുകൂല മനോഭാവം തന്നെയാണ് ഒരു തുടർഭരണം കേരളത്തിലുണ്ടായത്. അത് നമ്മൾ കണ്ടുപോകണം. ആ ഗവൺമെന്റിന്റെ ഇലക്ഷൻ തൊട്ടുമുമ്പായിട്ട് ഇതിനേക്കാൾ വലിയ പ്രചരണമാണ് ഗവൺമെന്റിനെതിരായിട്ട് ഇവിടെ നടത്തിയത്. അത് മറക്കാനും പറ്റില്ല. ഇപ്പോൾ നടത്തുന്ന പ്രചരണമല്ലേ UDF കളവുകളിലൂടെ സുഖപ്പെടുത്തിയത്. ഇതിനേക്കാൾ വലിയ പ്രചരണമല്ലേ അന്ന് നടന്നത്. പക്ഷെ ജനങ്ങൾക്ക് വസ്തുതകളെ തിരിച്ചറിയാൻ കഴിഞ്ഞു. കേരളത്തിലെ ജനങ്ങളോട് 100% പ്രതിബദ്ധത പുലർത്തുന്ന ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ്. അന്തരിച്ച CPM നേതാവ് PK സുധാകരൻ മാസ്റ്ററുടെ ചളവറയിലെ വീട് LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ സന്ദർശിച്ചു. വ്യാഴാഴ്ച വൈകിട്ടാണ് അദ്ദേഹം ചളവറയിൽ എത്തിയത്. കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംസാരിച്ചു. ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E. ചന്ദ്രബാബു, മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. മാരകമയക്കുമരുന്നായ MDMA-യുമായി 4 യുവാക്കൾ പെരിന്തൽമണ്ണയിൽ പോലീസിന്റെ പിടിയിൽ. വിൽപ്പനക്കാരായും ഇടനിലക്കാരായും പ്രവർത്തിക്കുന്നവരെയാണ് പോലീസ് പിടികൂടിയത്. സിന്തറ്റിക് ലഹരി ഇനത്തിൽപ്പെട്ട 16.90 ഗ്രാം MDMA-യുമായി 4 പേരെ പെരിന്തൽമണ്ണ SI K. അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. അങ്ങാടിപ്പുറം ചെരക്കാപ്പറമ്പ് സ്വദേശി പട്ടാണി വീട്ടിൽ മുഹമ്മദ് നിഷാനുദ്ദീൻ, പെരിന്തൽമണ്ണ തേക്കിൻകോട് സ്വദേശി പാറയിൽ മുഹമ്മദ് ഷമീർ, ആനമങ്ങാട് സ്വദേശി മഞ്ഞമ്പ്ര നബീൽ അലി സെയ്ദ്, പരിയപ്പുരം സ്വദേശി മേലേതിൽ ഷിഹാബുദ്ദീൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപത്തു നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അമിത വേഗതയിൽ വന്ന കാർ സംശയം തോന്നി തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ കാറിനകത്ത് ബാഗിൽ സൂക്ഷിച്ച MDMA മയക്കുമരുന്ന് കണ്ടെത്തുകയായിരുന്നു. നിഷാനുദ്ദീൻ ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ മാർഗം പാലക്കാടെത്തി അവിടെ നിന്ന് കാറുമായി മറ്റു 3 പേരുടെ കൂടെ വരികയായിരുന്നെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. ആദ്യം ചെറിയ തോതിൽ ഇത്തരം സിന്തറ്റിക് ലഹരി മരുന്നുകൾ ഉപയോഗിച്ചു തുടങ്ങുന്ന പലരും ഇത് പണം കൊടുക്കാതെ കിട്ടാൻ കണ്ടെത്തുന്ന മാർഗമാണ് വിൽപ്പന. ഇടനിലക്കാരായി നിന്നും ചെറിയ കമ്മീഷനിൽ വാങ്ങിക്കൊടുത്തും ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായി പോലീസ് പറഞ്ഞു.
പോക്സോ കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവും 1,20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് പട്ടാമ്പി അതിവേഗ കോടതി. ചെർപ്പളശ്ശേരി എലിയപ്പറ്റക്കുളം നിവാസിൽ 40-കാരനായ രാജനാണ് കേസിലെ പ്രതി. 14 വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക അതിക്രമം നടത്തിയ കേസിലാണ് പ്രതി ചെർപ്പളശ്ശേരി എലിയപ്പറ്റക്കുളം നിവാസിൽ 40-കാരനായ രാജന് പട്ടാമ്പി അതിവേഗ കോടതി ജഡ്ജ് രാമു രമേശ് ചന്ദ്രബാനു ശിക്ഷ വിധിച്ചത്. വിവിധ വകുപ്പുകളിലായാണ് പ്രതിക്ക് 10 വർഷം കഠിന തടവും 1,20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. പിഴസംഖ്യ ഇരയ്ക്ക് നൽകാനും വിധിയായി. 2023 ചെർപ്പളശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ SI ബി പ്രമോദാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ ഹാജരായി. പട്ടികജാതിക്കാരിയായ പെൺകുട്ടിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി മാനഹാനി വരുത്തിയ കേസിൽ പ്രതിക്ക് 4 വർഷത്തെ തടവും 85,000 രൂപ പിഴയും ശിക്ഷ. പ്രതിയായ വെള്ളിനേഴി പള്ളത്തൊടി വീട്ടിൽ 60-കാരനായ സേതുമാധവനെതിരെയാണ് കോടതി ശിക്ഷ വിധിച്ചത്. 2021 മാർച്ച് 28-നാണ് കേസിനാസ്പദമായ സംഭവം. രക്ഷിതാക്കളില്ലാത്ത സമയത്ത് പട്ടികജാതിയിൽപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ലൈംഗിക ഉദ്ദേശത്തോടെ പെൺകുട്ടിയെ കയറിപ്പിടിച്ച് മാനഹാനി വരുത്തിയെന്നാണ് കേസ്. ചെർപ്പളശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്നത്തെ മണ്ണാർക്കാട് DYSP ആയിരുന്ന E. സുനിൽകുമാറാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാണ് മണ്ണാർക്കാട് പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോൺ വ്യാഴാഴ്ച ശിക്ഷ വിധിച്ചത്. വിവിധ വകുപ്പുകളിലായി 4 വർഷത്തെ തടവും 85,000 രൂപ പിഴയുമാണ് പ്രതിക്ക് ശിക്ഷ. പിഴ അടയ്ക്കാത്ത പക്ഷം പ്രതി അധിക തടവ് അനുഭവിക്കണം. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് P. ജയൻ ഹാജരായി. ഒരു പതിറ്റാണ്ടിലേറെ കാലമായി ഒറ്റപ്പാലത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളിലൊന്നായ ഈസ്റ്റ് ഒറ്റപ്പാലത്ത് പുതിയ പാലം നിർമ്മാണം തുടങ്ങുന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിന് സമാന്തരമായി പാലം നിർമ്മിക്കുന്നത്. നിലവിലെ പാലത്തിന് സമീപത്തായി തോടിനു കുറുകെ 5.08 കോടി രൂപ ചെലവിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 3 സ്പാനോടുകൂടി 50 മീറ്റർ നീളത്തിലാണ് പാലം ഉയരുക. നടപ്പാത അടക്കം 9 മീറ്റർ വീതിയുമുണ്ടാകും. പാലത്തിൻ്റെ ഇരുവശങ്ങളിലുമായി 125 മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും നിർമ്മിക്കും. നിലവിലെ പാലത്തിൻ്റെ വടക്കുഭാഗത്തുള്ള 2 സ്മാരകങ്ങളെയും ബാധിക്കാത്ത വിധത്തിലാണ് പാലം വിഭാവനം ചെയ്തിട്ടുള്ളത്. പഴയ പാലവും അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതത്തിന് വിനിയോഗിക്കും. ഇരുവശങ്ങളിലേക്കുമുള്ള വാഹനങ്ങൾക്ക് ഓരോ പാലങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലാകും ക്രമീകരണം. പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് പാലത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പാലത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ്. 5 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് ഈ പാലം നിർമ്മിക്കുന്നത്. ഇവിടുത്തെ ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുവാൻ ഇതിലൂടെ സാധിക്കും. സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജീവനക്കാരും കരാറുകാരും എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടുകയാണ്. കേരളത്തിലെ LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പശ്ചാത്തല വികസന മേഖലയിൽ പ്രധാനപ്പെട്ട അഥവാ അവിഭാജ്യ ഘടകമാണ് പുതിയ പാലങ്ങൾ, പാലങ്ങളുടെ നവീകരണം തുടങ്ങിയവ. കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും 2 കരകളെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളതുപോലെ തന്നെ വികസനം സാധ്യമാക്കാനും പാലങ്ങളുടെ നിർമ്മാണം ഒരു പ്രധാന പ്രവർത്തനമാണ്. ഈ സാഹചര്യത്തിൽ LDFൻ്റെ പ്രകടന പത്രികയിൽ പാലം നിർമ്മാണത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത്. ഇതിൻ്റെ ഭാഗമായി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നു. എല്ലാ മാസവും പാലങ്ങളുടെ പ്രവർത്തനം പരിശോധിക്കാനുള്ളൊരു സംവിധാനം. ഭരണാനുമതി കിട്ടിയതിന് സാങ്കേതിക അനുമതി കിട്ടാനുള്ള കാലപ്പഴക്കം അല്ലെങ്കിൽ കാലതാമസം, മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുക. സാങ്കേതിക അനുമതി കിട്ടിയതിന് ടെൻഡർ സ്റ്റേജിലേക്ക് എത്തിക്കുക. ടെൻഡർ സ്റ്റേജിനെ പ്രവൃത്തിയിലേക്ക് എത്തിക്കുക. പ്രവൃത്തി തടസ്സം കൂടാതെ മുന്നോട്ട് പോവുക എന്നിവ പരിശോധിക്കാൻ, പാലങ്ങളുടെ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി മാത്രം എല്ലാ മാസവും ഞങ്ങളൊരു പൊതു പരിശോധന നടത്തി. അങ്ങനെ 5 വർഷം കൊണ്ട് 100 പാലം എന്നുള്ള ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനുള്ള കഠിന ശ്രമമാണ് തുടർച്ചയായി നടത്തിയത്. പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചു. 5 വർഷം കൊണ്ട് 100 പാലം എന്നുള്ളത് യാഥാർത്ഥ്യമാക്കാൻ ഈ തുടർച്ചയായ പരിശോധനകളും ഈ പുതിയ സംവിധാനവും ഏറെ സഹായകരമായി. 3 വർഷം കൊണ്ട് തന്നെ 100 പാലങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ള സന്തോഷം ഇവരെ അറിയിക്കുകയാണ്. പുതിയ പാലം നിർമ്മിക്കാൻ 2021 സർക്കാർ അനുമതി ലഭിച്ചിരുന്നത്. പാലത്തിൻ്റെ ഘടനയെ ചൊല്ലി ഉയർന്ന ആശയക്കുഴപ്പങ്ങളെ തുടർന്നാണ് നിർമ്മാണം വൈകിയത്. നിലവിൽ കേന്ദ്രങ്ങൾ നിൽക്കുന്ന ഭാഗത്തെ സ്ഥലം ഏറ്റെടുക്കാതെ തന്നെ പാലം നിർമ്മിക്കാനുള്ള രൂപരേഖയുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്.
പാലക്കാട് കുളപ്പുള്ളി പാതയിലെ ഏറ്റവും ഇടുങ്ങിയ പാലമാണ് ഈസ്റ്റ് ഒറ്റപ്പാലത്തേത്. ഇതുമൂലമുള്ള ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്തും പാലത്തിന്റെ കാലപ്പഴക്കവും പരിഗണിച്ചാണ് പാലത്തിന് പദ്ധതി തയ്യാറാക്കിയിരുന്നത്. കെ പ്രേംകുമാർ MLA ഫലകം അനാച്ഛാദനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, വൈസ് ചെയർമാൻ കെ രാജേഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സുനീറ മുജീബ്, ടി ലത, മറ്റു വാർഡ് കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. സപ്ലൈകോയിലെ സാധനങ്ങളുടെ സബ്സിഡി സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ അടങ്ങിയ കിറ്റ് സപ്ലൈകോയ്ക്ക് നൽകിക്കൊണ്ട് പ്രതിഷേധിച്ചു. ജില്ലാ സെക്രട്ടറി വിനോദ് ലാൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ സബ്സിഡി വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോയ്ക്ക് 13 ഇന സബ്സിഡി സാധനങ്ങൾ അടങ്ങിയ കിറ്റ് നൽകി പ്രതിഷേധം അറിയിച്ചത്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും നടക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് ഒറ്റപ്പാലത്തും കിറ്റ് നൽകി പ്രതിഷേധം അറിയിച്ചത്. ജില്ലാ സെക്രട്ടറി വിനോദ് ലാൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സബ്സിഡി ഉൽപ്പന്നങ്ങൾ തരാൻ തയ്യാറാവാത്ത സർക്കാരിന് അങ്ങോട്ട് പ്രതീകാത്മകമായി ഒരു 13 സബ്സിഡി ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന ഒരു കിറ്റ് പ്രതീകാത്മകമായി നമ്മൾ സർക്കാരിന് അല്ലെങ്കിൽ സപ്ലൈകോയ്ക്ക് കൊടുത്തുകൊണ്ട് ഈ ഒരു സമരത്തിൽ നമ്മൾ പങ്കാളികളാവുകയാണ്. സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ സാധാരണക്കാരുടെ പാർട്ടിയായ ആം ആദ്മി പാർട്ടി മാത്രമേ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലുമുള്ളൂ എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് സാധാരണക്കാർക്കൊപ്പം ചേർന്നുകൊണ്ട് നമ്മൾ ഈ ഒരു സമരത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞിരിക്കുകയാണ്, സപ്ലൈകോയ്ക്കകത്ത് വീഡിയോ എടുക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല. എന്തുകൊണ്ടാണത്? ജനങ്ങളിൽ നിന്നും എല്ലാം ഒളിച്ചു വെക്കണം, അത്രയേ ഉള്ളൂ അവരുടെ ആവശ്യം. ഈ ജനങ്ങളിൽ നിന്ന് എത്ര കാലം ഇത് ഒളിച്ചു വെക്കാൻ സാധിക്കും? അത് നമ്മൾ ചിന്തിക്കുക. ആം ആദ്മി പാർട്ടി എന്നും ജനങ്ങൾക്കൊപ്പമാണ്. മണ്ഡലം പ്രസിഡന്റ് വിനോദ് കുമാർ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വി നൌഷാദ്, PV സംഗീത, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഹരീഷ് ബാബു, മണ്ഡലം സെക്രട്ടറി രവി പാങ്ങോട്, മണ്ഡലം ഭാരവാഹികളായ ഉപേന്ദ്ര ദുർഗാദാസ്, മോഹൻദാസ്, സദാശിവൻ പനമണ്ണ, പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പാലക്കാട് MP പൂർണ്ണ പരാജയമാണെന്നാരോപിച്ച് LDYF ഷൊർണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ വിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. DYFI പാലക്കാട് ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് MPയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണ പരാജയമാണെന്നും മണ്ഡലത്തിനു വേണ്ടി യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും ചെയ്തില്ല എന്നും ആരോപിച്ചാണ് LDYF ഷൊർണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപ്പുളശ്ശേരിയിൽ ജനകീയ വിചാരണ സദസ്സ് സംഘടിപ്പിച്ചത്. ബുധനാഴ്ച വൈകിട്ട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച സദസ്സ് DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ വിജയിച്ചതിന് ശേഷം ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യത്ത് വിവിധങ്ങളായ വിഷയങ്ങളുണ്ടായി. ഒട്ടേറെ ജനവിരുദ്ധമായ ബില്ലുകൾ ചർച്ചയ്ക്ക് പോലും വരാതെ പാസ്സാക്കപ്പെട്ടു. ചർച്ച ചെയ്യപ്പെട്ട ബില്ലുകളിൽ തന്നെ നിലപാട് വ്യക്തമാക്കിയില്ല. പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പിലാക്കപ്പെട്ടു. ഒരു ഘട്ടത്തിലും അതിനെതിരെ വാതുറക്കാൻ പാലക്കാടിനെ പ്രതിനിധീകരിക്കുന്ന MP എന്ന നിലയ്ക്ക് ശ്രീകണ്ഠൻ തയ്യാറായില്ല നിലപാട് വ്യക്തമാക്കാൻ. പൊതുവിൽ നമ്മുടെ ജില്ലയുടെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ച 17.5 കോടി രൂപയാണ് MP എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനായി. അതിന് വിനിയോഗിക്കപ്പെട്ടതാകട്ടെ ആകെ 2.5 കോടി രൂപയാണ്. 15 കോടി രൂപ ഈ പാലക്കാടിന് അവകാശപ്പെട്ട വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിനിയോഗിക്കപ്പെടേണ്ട തുക പൂർണ്ണമായും ലാപ്സാക്കുന്നതിന് വേണ്ടി ഇങ്ങനൊരു MP പാലക്കാടിന് വേണമായിരുന്നു. DYFI ജില്ലാ കമ്മിറ്റി അംഗം PK സുജിത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് K കൃഷ്ണൻകുട്ടി, A മുഹമ്മദ് മുനീർ, P കൃഷ്ണപ്രകാശൻ, P പ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു.
ഒറ്റപ്പാലം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 3 കോടി രൂപ ചെലവഴിച്ച് പണി പൂർത്തീകരിച്ച കടമ്പഴിപ്പുറം വേട്ടേക്കര കടമ്പൂർ റോഡ് നാടിന് സമർപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നീ 3 പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കടമ്പൂർ വേട്ടേക്കര കടമ്പഴിപ്പുറം റോഡിന്റെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടുകൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു. ചടങ്ങിൽ K. പ്രേംകുമാർ MLA അധ്യക്ഷനായിരുന്നു. പൊതു റോഡിലൂടെ അന്തസ്സായി യാത്ര ചെയ്യുക എന്നത് അസാധ്യമായിരുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മുടെ മണ്ഡലത്തിനെ ബജറ്റിൽ ഉൾക്കൊള്ളിക്കുന്ന നിലയിൽ 22-23 വർഷത്തിൽ 3 കോടി രൂപ നീക്കിവെച്ചുകൊണ്ട് കടമ്പൂർ വേട്ടേക്കര കടമ്പഴിപ്പുറം റോഡിന് സംഖ്യ നീക്കിവെച്ചത്. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശാസ്തകുമാർ, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി, പൂക്കോട്ടുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് P. ജയശ്രീ, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ P. മൊയ്തീൻകുട്ടി, പ്രീത മോഹൻദാസ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ നഗരസഭയിൽ ആധുനിക രീതിയിൽ അറവുശാല നിർമ്മിക്കും. കിഫ്ബി ഫണ്ടിൽ നിന്നും വായ്പ എടുത്ത് പദ്ധതി നടപ്പാക്കാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അംഗീകാരം നൽകി. ആധുനിക രീതിയിൽ അറവുശാല നിർമ്മാണ പദ്ധതി പെരിന്തൽമണ്ണ നഗരസഭയുടെ കഴിഞ്ഞ ഭരണസമിതികളുടെ കാലത്ത് പലതവണ ചർച്ച ചെയ്തതാണ്. എന്നാൽ ഫണ്ടിന്റെ അപര്യാപ്തത കാരണം പദ്ധതി നടപ്പാക്കാനായിരുന്നില്ല. നീണ്ടുപോയ ഈ പദ്ധതിക്ക് ഇപ്പോൾ വഴി തെളിഞ്ഞു. കിഫ്ബി ഫണ്ടിൽ നിന്നും 10 കോടി രൂപ വായ്പയെടുത്ത് പദ്ധതി നടപ്പാക്കാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. കിഫ്ബി അനുവദിക്കുന്ന തുക 5% പലിശ നിരക്കിൽ 10 വർഷ കാലാവധിയിൽ തിരിച്ചടയ്ക്കണം. വായ്പയുടെ തിരിച്ചടവ് നിബന്ധനകൾ പുതുക്കി. ഇതു സംബന്ധിച്ച് നഗരസഭാ ചെയർമാനും സെക്രട്ടറിയും നിർമ്മാണ ഏജൻസിയായ ഇമ്പാക്ട് കേരള ലിമിറ്റഡ് അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു. കുന്നപ്പള്ളി കളത്തിലക്കരയിലുള്ള നഗരസഭയുടെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ 1 ഏക്കർ സ്ഥലത്ത് ആധുനിക സംവിധാനങ്ങളോടെ അറവുശാല നിർമ്മിക്കാനാണ് പദ്ധതി. 1 വർഷം മുമ്പ് പദ്ധതി തയ്യാറാക്കുകയും കിഫ്ബി അധികൃതർ സ്ഥലം പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഫണ്ട് ലഭ്യമാകുന്നതോടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും. ചെർപ്പളശ്ശേരി കാറൽമണ്ണ NNM UP സ്കൂളിന്റെ നവതി ആഘോഷ സമാപനവും പ്രധാനാധ്യാപിക KK ലേഖയ്ക്കുള്ള യാത്രയപ്പും മാർച്ച് 2 ശനിയാഴ്ച നടക്കും. വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിരവധി തലമുറകൾക്ക് അക്ഷരവെളിച്ചമേകിയ കാറൽമണ്ണ NNM UP സ്കൂൾ നവതി ആഘോഷത്തിന്റെ ഭാഗമായി 1 വർഷം നീണ്ടുനിന്ന വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. ആഘോഷങ്ങളുടെ സമാപനമാണ് മാർച്ച് 2 വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ പ്രീ പ്രൈമറി LP കുട്ടികളുടെ കലാപരിപാടികളോടെ പരിപാടികൾ തുടങ്ങും. വൈകിട്ട് 6 നടക്കുന്ന പൊതുസമ്മേളനം വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. P. മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയാകും. നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ എൻഡോവ്മെന്റ് വിതരണം നടത്തും. ടെലിവിഷൻ കോമഡി ഷോ താരങ്ങളായ അശ്വിൻ, അരുൺ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുമെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. 90 പരിപാടികൾ, പ്രധാന പരിപാടികൾ, 9 പ്രധാന പരിപാടികളും 90 ചെറിയ ചെറിയ പരിപാടികളുമായിട്ടാണ് നമ്മൾ ഈ 1 വർഷത്തെ ആഘോഷം നടത്തിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ സമാപനമാണ് ഈ വാർഷികത്തോടു കൂടി നടത്തുന്നത്. ബഹുമാനപ്പെട്ട വിദ്യുച്ഛക്തി മന്ത്രി ശ്രീ K. കൃഷ്ണൻകുട്ടി അദ്ദേഹമാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്, ഈ നവതിയുടെ സമാപനം ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ വിശിഷ്ടാതിഥിയായിട്ട് നമ്മുടെ പാലക്കാട് MP ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ സാറുണ്ട്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ മമ്മിക്കുട്ടി അവർകളുണ്ട്. അതുപോലെ ചെർപ്പളശ്ശേരി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ രാമചന്ദ്രൻ അവർകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ നഗരസഭാ കൗൺസിലർമാരും ആശംസകൾ അർപ്പിക്കാൻ എത്തുന്നുണ്ട്. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപിക KK ലേഖയ്ക്ക് ചടങ്ങിൽ യാത്രയപ്പ് നൽകും. പ്രധാനാധ്യാപികയായിട്ടുള്ള ലേഖ ടീച്ചറുടെ യാത്രയപ്പ് കൂടി നടക്കുകയാണ്. ലേഖ ടീച്ചറെ സംബന്ധിച്ച് ഈ സ്കൂളിൻ്റെ ഒരു പുതിയ മുന്നേറ്റ കാലത്ത് അതിൻ്റെ നെടുനായകത്വം വഹിക്കാൻ ഉള്ള അവസരം കൂടി ലഭിച്ച അധ്യാപികയാണ് ലേഖ ടീച്ചർ. ലേഖ ടീച്ചറുടെ യാത്രയപ്പ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. സ്കൂളിനെ ഹൈടെക് ആക്കി ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചതായും മാനേജ്മെന്റ് അറിയിച്ചു.
ഔപചാരികമായിട്ടാണ് ഈ സ്ഥാപനം വന്ന് വാങ്ങിക്കാൻ ഇടവന്നിട്ടുള്ളത്. ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ 740ഓളം കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം അധ്യാപകരുടെയും വിദ്യാലയത്തിൻ്റെ നവീകരണങ്ങളും പുരോഗതികളും വാഹന സൗകര്യങ്ങളും മറ്റുമായിക്കൊണ്ട് ഇന്ന് 1800ഓളം കുട്ടികളിൽ എത്തി നിൽക്കുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി വരെ എത്തിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ തന്നെ UP എന്ന നിലയ്ക്ക് പ്രീ പ്രൈമറി മുഴുവനായിട്ടും അടുത്ത അധ്യയന വർഷം AC വൽക്കരിക്കാനും അതുപോലെ 1-2 ക്ലാസ്സുകൾ മുതൽ AC ആക്കാനും ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. സ്കൂൾ പ്രധാനാധ്യാപിക KK ലേഖ, മാനേജ്മെന്റ് പ്രതിനിധി ദിലീപ് കുമാർ P, PTA പ്രസിഡന്റ് റഹീം പറക്കാടൻ, PTA വൈസ് പ്രസിഡന്റ് M മനോജ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ V വിനോദ്, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർപേഴ്സൺ N കവിത, സ്റ്റാഫ് പ്രതിനിധി T പ്രസാദ്, പബ്ലിസിറ്റി കൺവീനർ PR ഭാവന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കരിമ്പുഴ കുലുക്കിലിയാട് SVAUP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും ശാസ്ത്ര പാർക്ക് ഉദ്ഘാടനവും വെള്ളിയാഴ്ച വൈകിട്ട് VK ശ്രീകണ്ഠൻ MP നിർവഹിക്കും. കാരുണ്യ സഹായനിധി വിതരണോദ്ഘാടനം K പ്രേംകുമാർ MLA നിർവഹിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 7:30 നടക്കുന്ന ചടങ്ങിൽ KTDC ചെയർമാൻ PK ശശി മുഖ്യാതിഥിയാകും. എൻഡോമെന്റുകളുടെ വിതരണം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ നിർവഹിക്കും. വൈകിട്ട് 5 മണിക്ക് സ്കൂളിലെ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കും. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറും. പ്രധാനാധ്യാപകൻ P ബാബുരാജ്, സ്റ്റാഫ് സെക്രട്ടറി N അലി, പ്രോഗ്രാം കൺവീനർ സഫ്വാൻ നാട്ടുകൽ, PTA പ്രസിഡന്റ് റിയാസ്, KM ഹസൻകുട്ടി, K അബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു. പിന്നെ പ്ലാറ്റിനം ജൂബിലി വളരെ വിപുലമായി കുട്ടികളുടെ കലാപരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായാണ് നമ്മൾ ആഘോഷിക്കുന്നത്. 200-250ഓളം കുട്ടികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വാർഷികത്തിൽ പങ്കെടുത്തതിന് കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഒക്കെ തന്നെ വളരെ വലിയ സഹകരണമാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ പ്ലാറ്റിനം ജൂബിലി വാർഷികത്തോട് മാത്രം അവസാനിക്കുന്നില്ല. തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് 9-ാം തീയതിയാണ് മെഡിക്കൽ ക്യാമ്പ് ഉള്ളത്. അന്നൊരു ശില്പശാലയുമുണ്ട്. വീണ്ടും അവസാനിക്കുന്നില്ല. നമ്മൾ വെക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫുട്ബോൾ കോച്ചിങ്, കുട്ടികൾക്ക് ആവശ്യമായ കുട്ടികൾക്കൊക്കെ ഫുട്ബോൾ കോച്ചിങ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി പഠനാനുബന്ധന പാഠ്യേതര പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ നമ്മൾ നടത്തിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച പങ്കൻതൊടി റോഡ് നാടിന് സമർപ്പിച്ചു. പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് പണിതത്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മെമ്പർമാർക്കും അനുവദിച്ച റോഡുകളെല്ലാം തന്നെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഇങ്ങോട്ട് പങ്ങൻതൊടി ഭാഗത്തേക്ക് വൈസ് പ്രസിഡൻറ്റിൻ്റെ 5 ലക്ഷം രൂപ അനുവദിക്കുകയും അത് SC ഫണ്ടാണ്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന് പദ്ധതി രൂപീകരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഫണ്ടിനകത്ത് നിന്നുകൊണ്ട് വിവിധ മേഖലകളിലേക്ക്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം, കിട്ടുന്ന ഫണ്ടിൻ്റെ 20% പാർപ്പിട മേഖലയ്ക്ക് നിർബന്ധമായിട്ട് നമുക്ക് മാറ്റി വെക്കേണ്ടതുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സെയ്താലി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, ബ്ലോക്ക് വികസന സ്ഥിരം സമിതി അധ്യക്ഷ VK രാധിക, ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ ഗിരിജ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രജീഷ് കുമാർ, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച അലനല്ലൂർ കൈരളി മുണ്ടക്കുന്ന് റോഡ് ബ്ലോക്ക് പ്രസിഡന്റ് വി പ്രീത ഉദ്ഘാടനം ചെയ്തു. മുണ്ടക്കുന്ന്, കാപ്പുപറമ്പ് എന്നിവിടങ്ങളിൽ നിന്നും അലനല്ലൂരിലേക്കുള്ള എളുപ്പമാർഗമാണ് ഈ റോഡ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മണികണ്ഠൻ വടശ്ശേരി അനുവദിച്ച 5 ലക്ഷം രൂപ ചെലവിലാണ് 84 മീറ്റർ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത്. റോഡിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് വി പ്രീത നിർവഹിച്ചു. പ്രദേശത്തുള്ള ആളുകൾ 5-ാം വാർഡിലും 4-ാം വാർഡിലും ഉള്ള ആളുകൾ എന്തൊന്ന് കാര്യം പറഞ്ഞാലും ഒരു വികസനം ആ നാടിന് വേണം എന്ന് പറഞ്ഞാൽ അത് 2 കൈയും നീട്ടി സ്വീകരിക്കാനും മെമ്പറെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ആ ഫണ്ട് എവിടെയും പോകാതെ നമ്മുടെ നാടിന് തന്നെ വേണം എന്ന് വിചാരിച്ചുകൊണ്ട് പണിയെടുക്കുന്ന ആളുകളാണ് ഈ വേദിയിലുള്ള ഭക്ഷണമാസ്റ്റർ അടക്കമുള്ള. അതേപോലെ
അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ന സത്താർ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ ബി ആറാട്ടുതൊടി, ജില്ലാ പഞ്ചായത്ത് അംഗം എം മെഹർബാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ഷാനവാസ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഹംസപ്പ, കോൺഗ്രസ് എടത്തനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് എം സിബഹത്തുള്ള, ബക്കർ, ശശികുമാർ, അജിത് കുമാർ, സി മുഹമ്മദ് അലി, മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു. മുണ്ടക്കുന്ന്, കാപ്പുപറമ്പ് എന്നിവിടങ്ങളിൽ നിന്നും അലനല്ലൂരിലേക്കുള്ള എളുപ്പമാർഗമാണ് ഈ റോഡ്. സ്നേഹാർദ്രം പാലിയേറ്റീവ് കെയറിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് വല്ലപ്പുഴ കുറുവട്ടൂരിൽ ബഹുജന സംഗമം നടത്തി. രാഷ്ട്രീയ, സാമൂഹ്യ, പൊതുരംഗത്തുള്ളവരും ജനപ്രതിനിധികളും നാട്ടുകാരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു. ചെറുപ്പശ്ശേരി ആർദ്രം പാലിയേറ്റീവ് കെയറിന്റെ സഹകരണത്തോടെ ചളവറ മുണ്ടക്കോട്ടുകുറിശി ആസ്ഥാനമായുള്ള സ്നേഹാർദ്രം പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് വല്ലപ്പുഴ കുറുവട്ടൂരിൽ ബഹുജന സംഗമം നടത്തിയത്. കുറുവട്ടൂരിലെ വട്ടപ്പറമ്പിലെ കുടുംബം സൗജന്യമായി നൽകിയ 50 സെന്റ് സ്ഥലത്ത് ഡയാലിസിസ് സെന്റർ, ഫിസിയോതെറാപ്പി സെന്റർ, വയോജന പാർക്ക്, നഴ്സസ് ട്രെയിനിംഗ് സെന്റർ തുടങ്ങിയ വിവിധ പദ്ധതികൾ നടപ്പാക്കാനും സ്നേഹാർദ്രം ലക്ഷ്യമിടുന്നുണ്ട്. ഇക്കാര്യത്തിൽ പൊതുജന പങ്കാളിത്തവും സഹകരണവും ഉറപ്പാക്കുവാനും ആവശ്യകത ബോധ്യപ്പെടുത്തുവാനും ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു പരിപാടി. ആർദ്രം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ടി ഹമീദ് ബഹുജന സംഗമം ഉദ്ഘാടനം ചെയ്തു. 2006 ചെർപ്പളശ്ശേരിയിൽ ആർദ്രം പാലിയേറ്റീവ് ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിക്കുന്നത്. വളരെ ചെറിയ സംവിധാനത്തിനുള്ളിൽ ഒരു ഓട്ടോറിക്ഷയും ഒരു നഴ്സും ചേർന്നതായിരുന്നു അന്നത്തെ ആർദ്രം പാലിയേറ്റീവ് ക്ലിനിക്ക്. അവർ ക്യാൻസർ രോഗികൾക്ക് മോർഫിൻ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയും വേദനക്കുള്ള മരുന്നുകൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയും ചെർപ്പളശ്ശേരി ടൗണിലും പരിസര പ്രദേശങ്ങളിലും പോയിരുന്നു. കാലക്രമേണ അത് ജനങ്ങൾ ഏറ്റെടുത്തു. ചെർപ്പശ്ശേരിയിലും പരിസരത്തുമുള്ള പഞ്ചായത്തുകളിൽ ഞാൻ 2007 മുതൽ ചെർപ്പശ്ശേരി ആർദ്രം പാലിയേറ്റീവ് പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ നമുക്കതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. CPIP ജില്ലാ പ്രസിഡന്റ് VP ഹുസൈൻ അധ്യക്ഷനായി. CPIP ഒറ്റപ്പാലം സോൺ സെക്രട്ടറി ഹാഷിം മാട്ടര പദ്ധതി വിശദീകരണം നടത്തി. സ്നേഹാർദ്രം പാലിയേറ്റീവ് കെയർ സെക്രട്ടറി മുജീബ് ആലിക്കൽ, തദ്ദേശ ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, ക്ലബ് അംഗങ്ങൾ, പള്ളി, അമ്പല കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. പദ്ധതിയുടെ അടുത്ത ഘട്ടമായി വിപുലമായ ഒരു കമ്മിറ്റി വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചു. കൂട്ടായ്മയിൽ പങ്കെടുത്തവർ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും ഉറപ്പു നൽകി. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത്, ജില്ലാ കുടുംബശ്രീ മിഷൻ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, കുടുംബശ്രീ CDS എന്നിവയുടെ സഹകരണത്തോടെ വെള്ളിയാഴ്ച തൊഴിൽമേള നടത്തും. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിലാണ് തൊഴിൽമേള. SSLC, +2, ഡിപ്ലോമ, ITI, ഡിഗ്രി അടിസ്ഥാന യോഗ്യതയുള്ളവർക്ക് തൊഴിൽമേളയിൽ പങ്കെടുക്കാം. പ്രാദേശിക കമ്പനികൾ ഉൾപ്പെടെ സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള കമ്പനികൾ 1000-ലധികം ഒഴിവുകളിലേക്ക് നിയമനം നടത്തുമെന്ന് സംഘാടകർ പറഞ്ഞു. താൽപ്പര്യമുള്ളവർ knowledgemission.kerala.gov.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. 5 പകർപ്പ് ബയോഡാറ്റയും കൊണ്ടുവരണം. ഉച്ചയ്ക്ക് 12:30 വരെ സ്പോട്ട് രജിസ്ട്രേഷനും ഉണ്ടാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക, വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, ഗ്രാമപഞ്ചായത്ത് അംഗം C ഹരിദാസൻ, CDS ചെയർപേഴ്സൺ T സൗമ്യ, വൈസ് ചെയർപേഴ്സൺ CP സുനില എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നേരിടുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ആ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്ന പദ്ധതിയിലൂടെ 2022 പദ്ധതി ആരംഭിച്ചത്. അങ്ങനെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്ന പദ്ധതിയിലൂടെ നമ്മുടെ CDSൻ്റെ വഴി, കുടുംബശ്രീ CDS വഴിയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു പോകുന്നത്. നമ്മൾ ഇതിൻ്റെ ഭാഗമായി ഒരു തൊഴിൽമേള സംഘടിപ്പിക്കുകയും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ 4258 തൊഴിൽ അന്വേഷകരെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. DWMSലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നും ഒരു തൊഴിൽമേളയിലും മറ്റ് പ്രാദേശിക സംരംഭങ്ങളിലൂടെയൊക്കെ 100 പേർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ സാധിച്ചു. ബാക്കിയുള്ള 3700 പേർക്കാണ് നമ്മൾ ഈ ഒരു തൊഴിൽമേള കൊണ്ട് മാർച്ച് 1 നടത്താൻ പോകുന്ന തൊഴിൽമേളയിലൂടെ ഇവരെയൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിന് പുറത്തുമുള്ള തൊഴിലന്വേഷകരായ എല്ലാവർക്കും തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തീപിടുത്തത്തിൽ പെരിന്തൽമണ്ണ കുളിർമലയിലെ ഏക്കർ കണക്കിന് വരുന്ന സ്ഥലത്തെ പുൽക്കാടുകൾ കത്തിയമർന്നു. ദിവസങ്ങളായി കത്തിപ്പടർന്ന തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ നാട്ടുകാരും ട്രോമാ കെയർ അംഗങ്ങളും തടഞ്ഞു.
പെരിന്തൽമണ്ണ നഗരത്തോട് ചേർന്നുള്ള കുളിർമലയിലുണ്ടായ തീപിടുത്തത്തിൽ ഏക്കർ കണക്കിന് വരുന്ന പൊന്തക്കാടുകൾ കത്തിയമർന്നു. 3 ദിവസങ്ങളിലായി കുളിർമലയിൽ വൻതോതിൽ തീക്കത്തലുണ്ടായി. തീ അണയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് വാഹനങ്ങളും മറ്റും എത്തിക്കാൻ സാധ്യമല്ലാത്ത ഭാഗമാണ് കുളിർമല. മലമുകളിൽ തീപിടുത്തമുണ്ടായാൽ തീ അണയ്ക്കുന്നത് ശ്രമകരമാണ്. അതിനാൽ സാധാരണ മാർഗങ്ങൾ സ്വീകരിച്ചാണ് തീ അണയ്ക്കുന്നത്. തീപിടുത്തത്തിൽ പുൽമേടുകൾക്കും ജന്തുജീവജാലങ്ങൾക്കും നാശം സംഭവിച്ചിട്ടുണ്ട്. ദിവസങ്ങളായി പടരുന്ന തീ നഗരസഭാ കാര്യാലയവും വ്യാപാര സ്ഥാപനങ്ങളും നമസ്കാരപ്പള്ളിയും സ്ഥിതി ചെയ്യുന്ന ഭാഗത്തിന് തൊട്ടടുത്തേക്ക് വരെ വ്യാപിച്ചു. എന്നാൽ അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ ട്രോമ കെയർ വളണ്ടിയർമാരും നാട്ടുകാരും ചേർന്ന് കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരുന്നത് തടഞ്ഞു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. വെളിനേഴി GLP സ്കൂളിൽ പ്രീ പ്രൈമറി കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ആട്ടവും പാട്ടും എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വാർഡ് മെമ്പർ C ജലജ ഉദ്ഘാടനം ചെയ്തു. പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിലാണ് പ്രൈമറി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി ആട്ടവും പാട്ടും എന്ന പേരിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികളുടെ പ്രീ സ്കൂൾ കാലഘട്ടത്തിൽ അവരിലെ ശേഷികൾ പരിപോഷിപ്പിക്കാൻ പാട്ട്, കളി, താളാത്മക ചലനം എന്നീ സാധ്യതകളെ എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്താമെന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച പരിപാടി വാർഡ് മെമ്പർ C ജലജ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ ശ്രീജ V, രൂപശ്രീ CC, BRC അംഗം A രാജേഷ്, ജിഷ M തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ യൂണിറ്റും സംയുക്തമായി കിംസ് അൽഷിഫ ആശുപത്രിയുടെ സഹകരണത്തോടെ സ്ത്രീരോഗ ബോധവൽക്കരണ ക്ലാസും സൗജന്യ വൈദ്യ പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാട്ടുകൽ അണ്ണാന്തോടി CH ഹാളിൽ നടന്ന പരിപാടി തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ഉദ്ഘാടനം ചെയ്തു. ഇത് ഒരു ഒറ്റപ്പെട്ട ഒരു ക്യാമ്പായി നമ്മൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും അവരുടെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഇടവേളകളിൽ നമ്മുടെ പ്രിയപ്പെട്ട ഇന്നതിൽ പങ്കെടുക്കാത്ത ആളുകൾ കൂടി പ്രാദേശികമായിട്ടുള്ള 2, 3, 4 വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായി ഒരു ഇടപെടൽ തീർച്ചയായിട്ടും അൻഷിഫയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു താല്പര്യവും ഉണ്ടാവണം എന്നുള്ള ഒരു അഭ്യർത്ഥനയും അതിന് ബന്ധപ്പെട്ടവരുമായി പങ്കുവെക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. വൈസ് പ്രസിഡന്റ് പാർവതി ഹരിദാസ് അധ്യക്ഷയായി. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ CP സുബൈർ, ജനപ്രതിനിധികളായ PM ബിന്ദു കോങ്ങത്ത്, PT സഫിയ, കുടുംബശ്രീ ചെയർപേഴ്സൺ രജനിപ്രിയ, കിംസ് അൽഷിഫ പ്രൊമോഷൻ മാനേജർ അബ്ദുള്ള ഷാക്കിർ, സീനിയർ ക്വാളിറ്റി മാനേജർ സ്വാതി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് നടന്ന സ്ത്രീരോഗ ബോധവൽക്കരണ ക്ലാസ്സിലും വൈദ്യപരിശോധന ക്യാമ്പിലും 200-ലധികം പേർ പങ്കെടുത്തു. പരിശോധനയിൽ തുടർ ചികിത്സ ആവശ്യമായവർക്ക് പ്രത്യേക ഇളവുകൾ നൽകുമെന്ന് കിംസ് അൽഷിഫ അധികൃതർ അറിയിച്ചു. അരയ്ക്കു താഴെ ചലനശേഷി നഷ്ടപ്പെട്ടവർക്കായി പെരിന്തൽമണ്ണ നഗരസഭ സംഘടിപ്പിച്ച സാന്ത്വനം സപ്തദിന ക്യാമ്പിൽ സേവനം ചെയ്ത സിവിൽ ഡിഫൻസ് സംഘങ്ങളെ ആദരിച്ചു. പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലാണ് ആദരിക്കൽ ചടങ്ങ് നടന്നത്. പെരിന്തൽമണ്ണ നഗരസഭ ഫെബ്രുവരി 10 മുതൽ 16 വരെ സൈമൺ ബ്രിട്ടോ സ്വാതന്ത്ര്യം കേന്ദ്രത്തിലാണ് ഭിന്നശേഷിക്കാരുടെ സപ്തദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന് കീഴിലെ സിവിൽ ഡിഫൻസ് ഫോഴ്സ് വളണ്ടിയർമാർ ക്യാമ്പിൽ 7 ദിവസവും സേവനം ചെയ്തിരുന്നു. ഈ സിവിൽ ഡിഫൻസ് അംഗങ്ങളെ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ആദരിച്ചു. ആദരിക്കൽ ചടങ്ങ് നഗരസഭ ചെയർമാൻ P ഷാജി ഉദ്ഘാടനം ചെയ്തു. സ്റ്റേഷൻ ഓഫീസർ L സുഗുണൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ P സാജു, സിവിൽ ഡിഫൻസ് കോർഡിനേറ്റർ രാജേഷ് KT, പോസ്റ്റ് വാർഡൻ ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. KNM സംസ്ഥാന ക്യാമ്പയിൻ്റെ ഭാഗമായി ഒറ്റപ്പാലം മണ്ഡലം പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചു. KNM ജില്ലാ പ്രസിഡന്റ് NAM ഇസാഖ് മൗലവി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TM മുഹമ്മദ് അധ്യക്ഷനായി. ISM സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഹമ്മദ് അനസ് മൗലവി പ്രമേയ വിശദീകരണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് PV ഹംസ, മണ്ഡലം സെക്രട്ടറി PP അബ്ദുൽ സലാം, ഇദ്രീസ് സുലാഹി, TM റഷീദ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് മണ്ഡലം ഇടതുപക്ഷത്തിന് ഏറ്റവും വിജയസാധ്യതയുള്ള മണ്ഡലമെന്ന് LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ. കഴിഞ്ഞ തവണ UDF വിജയിച്ച സാഹചര്യം ഇത്തവണ പാലക്കാടില്ലെന്നും A വിജയരാഘവൻ. ഭരണവിരുദ്ധ വികാരം കേന്ദ്രത്തിനെതിരെ.
മാരക മയക്കുമരുന്നായ 16 ഗ്രാം MDMA-യുമായി 4 യുവാക്കൾ പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ. വാഹന പരിശോധനയ്ക്കിടെയാണ് യുവാക്കൾ പിടിയിലായത്. ഇവർ മയക്കുമരുന്ന് വിൽപ്പനക്കാരായും ഇടനിലക്കാരായും പ്രവർത്തിക്കുന്നവരെന്ന് പോലീസ്. 14-കാരിയെ വീട്ടിൽ കയറി ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ 40-കാരന് 10 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ച് പട്ടാമ്പി അതിവേഗ കോടതി. ചെർപ്പശ്ശേരി എലിയപ്പറ്റ സ്വദേശി രാജനാണ് കോടതി ശിക്ഷ വിധിച്ചത്. പട്ടികജാതിക്കാരിയായ പെൺകുട്ടിയെ വീട്ടിൽ കയറി മാനഭംഗപ്പെടുത്തിയ കേസിൽ 60-കാരന് 4 വർഷത്തെ കഠിന തടവും പിഴയും വിധിച്ച് മണ്ണാർക്കാട് പ്രത്യേക കോടതി. വെള്ളേഴി സ്വദേശി സേതുമാധവനെതിരെയാണ് ശിക്ഷ വിധിച്ചത്. പാലക്കാട് കുളപ്പള്ളി പാതയിൽ ഈസ്റ്റ് ഒറ്റപ്പാലത്ത് പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നു. പാലം നിർമ്മാണോദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. യാഥാർത്ഥ്യമാകുന്നത് ഒറ്റപ്പാലത്തിന്റെ ദീർഘകാലമായുള്ള ആവശ്യം. സപ്ലൈകോയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ സബ്സിഡി വെട്ടിക്കുറച്ചതിൽ ഒറ്റപ്പാലത്ത് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം. സബ്സിഡി ഉൽപ്പന്നങ്ങളടങ്ങിയ കിറ്റ് സപ്ലൈകോയ്ക്ക് നൽകിയായിരുന്നു പ്രതിഷേധം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.